ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ഒരു മിനി മാരത്തോൺ സംഘടിപ്പിച്ച ഡിവൈൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്കും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുമോദനങ്ങൾ, ആദ്യം അഭിനന്ദനങ്ങളും നേരുന്നു. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലമാണ്. അതായത് അതിൽ തന്നെ 80% നമുക്ക് ചെറുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യങ്ങായിട്ടുള്ള പല ആൾക്കാരുകളും മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് ഹാർട്ട് അസോസിയേഷനും ഒക്കെ അവിടെ ചേർന്നിട്ട് നമ്മുടെ ഹൃദയദിന ആഘോഷിക്കപ്പെടുന്നത്. അത് വെച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നല്ലൊരു ഹെൽത്ത് വേണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടും നല്ലൊരു ആഹാര രീതികൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തത് നമ്മുടെ എക്സസൈസ്. മൂന്നാമത്തത് നമ്മുടെ ഉറക്കം. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട 3 കാര്യങ്ങൾ. ഇതിൽ ആദ്യത്തെ ആഹാര രീതിയിൽ വെച്ച് പറയുമ്പോൾ, നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരം, സാധാരണ നമ്മളെ പോലെയുള്ള ആൾക്കാരുകൾ ഇപ്പം കൂടുതലും യന്ത്രവൽക്കരണ അല്ലെങ്കിൽ ആയാസകരമായിട്ടുള്ള ജോലികളിൽ പണ്ട് ഭയങ്കര അനായാസമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഭയങ്കര ആയാസകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് നമ്മൾ ഇപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. സാധാരണ നമ്മുടെ ഒരാൾക്ക് വേണ്ട കാലറി ഒരു ദിവസം വേണ്ടത് ഏകദേശം ഒരു 1500-1700 അടുത്ത് മതി നമ്മളെ പോലെയുള്ള ഇപ്പോൾ ലൈഫിൽ. നല്ലപോലെ കളിക്കുന്ന ഒരാൾക്കൊക്കെയാണ് കൂടുതൽ വേണ്ടി വരും. പക്ഷെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന്റെ കാലറി നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാലറി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ദീർഘായുസത്തിനുള്ള അവയവം എന്ന് പറയുന്നത് നമ്മുടെ മസിലാണ്. അതായത് ദീർഘായുസ്, ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് മസിലാണ്. ആ മസിലിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ആഹാര രീതി, രണ്ടാമത്തത് നമ്മുടെ വ്യായാമം. ഇതിൽ ആഹാര രീതിയിൽ ഇപ്പം വന്ന് നമുക്കറിയാം, പണ്ട് ആ പുളിമൂട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആടുണ്ടായിരുന്ന അവിടെ ഭാഗത്ത് ഒരു 2 കൊല്ലം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഒരു ആടുണ്ടായിരുന്നു. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതം. നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ആടാണ്, കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, പണ്ട് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതെങ്ങനെ ശരിയാകുന്നു. ഞാനും ഡോക്ടറാണ്, വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് മറ്റേ ഹോസ്പിറ്റലിൽ അവർ ട്രീറ്റ് ചെയ്തേ ഉള്ളൂ. വരാതിരിക്കേണ്ടതും ചെയ്യേണ്ടതും നമ്മൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആഹാര രീതിയിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ആഹാര രീതികളൊക്കെയാണ് പറയുന്നത്. ഇതിന് നമുക്ക് സഹായിക്കുന്ന, ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞു മസിലാണ്, രണ്ടാമത് നമ്മുടെ വയറ്റിലുള്ള ഗട്ട് മൈക്രോബ്സ്, ഇഷ്ടമല്ല നമ്മുടെ പുറകിൽ നമ്മളെ സഹായിക്കുന്ന കോടിക്കണക്കിനുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസിനെ നമ്മൾ പരിപാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് വേണ്ടത് നമ്മൾ ആരും കഴിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആരും ഉപയോഗിക്കാത്ത ഡയറ്ററി നാരുള്ള ഫുഡുകളാണ്. അതായത് 30 ഗ്രാം മതി നമുക്ക് ഈ ഡയറ്ററി ഫൈബർ ഒരു അഡൾട്ടിന് വേണ്ടത്. 30 ഗ്രാം ഈ ഡയറ്ററി ഫൈബർ കിട്ടണമെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഫുഡിൽ നിന്നും മാത്രമേ കിട്ടുകയുള്ളൂ. അതുള്ള സാധനം ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ. നമ്മളെല്ലാവരും ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലിൽ, പണ്ടത്തെ ഈരാറ്റുപേട്ട ഇപ്പോഴത്തെ ഈരാറ്റുപേട്ട ചുറ്റും നോക്കിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ ബേക്കറികൾ, ഇഷ്ടംപോലെ ഫാസ്റ്റ് തട്ടുകടകൾ, ഹോട്ടൽസുകളും, തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ രീതിയിൽ മെഡിക്കൽ സ്റ്റോറുകളും മറ്റ് ഹോസ്പിറ്റലുകളുടെ എണ്ണവും പെരുകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഡയറ്ററി ഫൈബർ 30 ഗ്രാം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 30 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിച്ചിരിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒരു 100 ഗ്രാം മിക്സഡ് വെജിറ്റബിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കപ്പ് എടുത്തു കഴിഞ്ഞാൽ 3 ഗ്രാമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 1 കിലോ വെജിറ്റബിൾസ് കഴിച്ചാലേ ആവശ്യത്തിനുള്ള ഫൈബർ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അവിടെയാണ് ഈ വെജിറ്റബിൾസ് മാത്രം കഴിച്ച് നമ്മളാരും അത്രയും കഴിക്കില്ല. അവിടെയാണ് ഈ സീഡ്സ്, നട്ട്സ്, അതേപോലെ പയറുവർഗ്ഗങ്ങൾ പോലെയുള്ള ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരും. അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ സീഡ്സും നട്ട്സിനൊക്കെ ഭയങ്കര കാലറി ഉള്ള ഫുഡാണ്. അത് കഴിക്കുമ്പോൾ നമ്മൾ 30 ഗ്രാംസൊക്കെ ഒരു ദിവസം കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കാലോറി നമ്മുടെ ഇന്ത്യക്ക് കുറയ്ക്കേണ്ടത് ഭയങ്കരമായിട്ട് കൂടും. അവിടെയാണ് നമ്മൾ നമ്മൾ തഴയപ്പെടുന്ന നമ്മുടെ ഫുഡ് പദാർത്ഥ പയറുവർഗ്ഗങ്ങൾ, പൾസസ് എന്ന് പറയുന്ന ചെറുപയർ, വൻപയർ, കടല പോലെയുള്ള സാധനങ്ങളും പരിപ്പ് പോലെയുള്ള സാധനങ്ങളും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. അത് പ്രോട്ടീൻ റിച്ച് ആണ്, ധാരാളം നാരുള്ള ഫുഡുകളാണ്. അപ്പം നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ, ഹാർട്ട് പോലെയുള്ള അസുഖങ്ങൾ,
ഹാർട്ട് ഡിസീസ് പോലെയുള്ളത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഗട്ട് മൈക്രോബ്സിനെ പരിപാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മുടെ ഫുഡിൽ അരി, ഗോതമ്പ്, റവ, ആട്ട, മൈദ, കപ്പ, കിഴങ്ങ് പോലെയുള്ള സാധനത്തിന്റെ അളവ് കുറയ്ക്കുക. പകരം ചെറുപയർ, വൻപയർ, കടല പോലെയുള്ള സാധനം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളും ഒക്കെ അളവ് കൂട്ടുക. നമ്മുടെ ബാലൻസ് ഡയറ്റിൽ 60% നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എടുക്കുന്ന ചോറിൽ ഒരു 80% ചോറ് തന്നെയായിരിക്കും അവിടെ ഇവിടെ കറിയും. കപ്പ എടുത്തു കഴിഞ്ഞാൽ കപ്പയായിരിക്കും, അല്ല മന്തി റൈസ് എടുത്തു കഴിഞ്ഞാൽ മന്തി റൈസ് ആയിരിക്കും, നർച്ച കഴിക്കുക, ബിരിയാണി ആയിരിക്കും. അതിന്റെ അളവ് കുറയ്ക്കുക. ഇങ്ങനത്തെ ഫുഡുകൾ കൂട്ടുക. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആവശ്യം ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മസിലാണ്. അത് ആർക്കും അടിയറ വെക്കേണ്ട. നമ്മൾ ഈ അടുത്ത ഒരു ഹൃദയദിനം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ റെഗുലറായിട്ട് ഇന്നത്തെ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ റുട്ടീനാക്കുക. ഡെയിലി നമ്മുടെ പാർട്ട് ഓഫ് എക്സസൈസ് ആക്കുക. ഡെയിലി ഒരു നമ്മൾ പറയുന്നത് ഡോസ് വിഷയം പറയുന്നത് ഒരാഴ്ചയിൽ 150 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആഴ്ചയിൽ 150 മിനിറ്റ്, ആഴ്ചയിൽ 30 മിനിറ്റ് വെച്ച്, അല്ല ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുക. നമ്മുടെ മസിൽ നമുക്ക് ആവശ്യമോ നമ്മുടെ നമ്മുടെ കലോറീനെ റിഡ്യൂസ് ചെയ്യാൻ നമ്മുടെ മസിൽ ഗ്ലൂക്കോസ് യൂസ് ചെയ്യുകയും ചെയ്യും. കൂടെ ഹാർട്ടിനോടനുബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ അസുഖം വരാതിരിക്കാനുള്ളത്. പക്ഷേ കൂടാതെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഡയബറ്റീസ് ഉണ്ടാകാം, പ്രഷർ ഉണ്ടാകാം, മറ്റു കാരണങ്ങൾ, പല ജീവിതശൈലി രോഗങ്ങളുണ്ടാകാം. പലരും ഇത് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ പ്രഷർ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മുടെ ഹെൽത്തിൽ എല്ലാ ഹെൽത്ത് സെന്ററിലാണ് എല്ലാവരും തന്നെ, അതുപോലെ തന്നെ അവർ ഫീൽഡിലും വന്ന് കുട്ടിയൊക്കെ നോക്കുന്നുണ്ട്. പ്രഷർ ചെക്ക് ചെയ്യണം. 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരും കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളതും ഷുഗറും ഇല്ല എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം റെഗുലറായിട്ട് നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രഷറും നമുക്ക് നിയന്ത്രിച്ചിരിക്കണം. പണ്ടെപ്പോഴെങ്കിലും ഒരു ഡോക്ടർ ഈ തന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഡോക്ടർമാരെ കാണാൻ പോവുകയല്ല. അതുപോലെ തന്നെ ഷുഗറിന് പണ്ട് ഏതോ ഒരു ഡോക്ടർ ഗ്ലൈസിഫൈ ചെയ്ത് തന്നു, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. ഷുഗർ നോക്കുമ്പോൾ 400, 500, ഒരു കാര്യമില്ല. അപ്പൊ ഷുഗർ ഉള്ള ആൾക്കാർ ഷുഗർ നിയന്ത്രിച്ചു വെക്കണം. അതേപോലെ തന്നെ പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ നിയന്ത്രിച്ചു വെക്കണം. പ്രഷർ നമുക്ക് എപ്പോഴും 140-ലും 90-ലും താഴെ നിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഏതെങ്കിലും ഡോക്ടർ പണ്ട് എഴുതി തന്നത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാതെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. ഷുഗർ ആണ് ഫാസ്റ്റിംഗിൽ എപ്പോഴും 130-ൽ താഴെ നിർത്തണം. കഴിച്ചു കഴിഞ്ഞിട്ട് 180. PBS എല്ലാവരും നോക്കുന്ന ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളത് 180-ൽ താഴെ. പിന്നെ 3 മാസത്തെ ആവറേജ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്ക് 7% താഴെ നിർത്താൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാതെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. കൂടാതെ നമ്മൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലെയുള്ള ഇൻടേക്കുകളൊക്കെ മാക്സിമം കുറയ്ക്കുക, ഇങ്ങനെ ഒഴിവാക്കുക. നമ്മുടെ സ്മോക്കിംഗ് ഇത് ചെയ്യുക, റെഗുലറായിട്ടുള്ള എക്സസൈസ്, പിന്നെ ഉറക്കം. ഒരാൾ നമ്മളിപ്പോൾ എല്ലാവരും എന്തിനൊക്കെയോ ഓടി നടക്കുകയാണ്. കൂടുതൽ ഉറക്കം കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിൽ തന്നെ ഡീപ്പ് സ്ലീപ്പ് ഒരു 1.5-2 മണി. എല്ലാവരും സ്മാർട്ട് വാച്ചൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതിൽ തന്നെ നോക്കിയാൽ അറിയാം നമ്മുടെ സ്ലീപ്പ് പാറ്റേണൊക്കെ നോക്കാനുള്ളതുണ്ട്. മിനിമം ഡീപ്പ് സ്ലീപ്പ് നമുക്ക് 1.5 മുതൽ 2.5 മണിക്കൂർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നവന് ഒരു ഫ്രഷ്നെസ് തോന്നും. അല്ലാത്തവർ എണീറ്റ് കഴിയുമ്പോൾ ഉറക്കച്ചളവ് പോലെ നമ്മളെല്ലാം ആയിരിക്കും. അപ്പം ഡീപ്പ് സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഉറക്കത്തിൽ നമ്മളൊരു 6 മുതൽ 8 മണിക്കൂർ വരെ സുഖമായിട്ട് ഉറങ്ങുക. അതേപോലെ തന്നെ അതിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയൂടെ ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ആഹാര രീതിയിൽ വ്യത്യാസപ്പെടുത്തുക. രണ്ടാമത്തത് നമ്മുടെ വ്യായാമം. മൂന്നാമത്തെ ഉറക്കം. അപ്പം എല്ലാവർക്കും നല്ലൊരു ഹൃദയദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.